കാലം ജീവിക്കില്ല. കാരണം നമ്മൾ വന്നിട്ടുള്ള ഇതിലിരിക്കുന്ന ഓരോ ആളുകളും ഈ ഭൂമിയിൽ വിസിറ്റിംഗ് വിസക്ക് വന്ന ആളുകളാണ്. ആ വിസിറ്റിംഗ് വിസയുടെ കാലാവധി തീർന്നു കഴിഞ്ഞാൽ അടുത്ത വ്യക്തികൾ ഈ ഭൂമിയിലേക്ക് പുതിയതായിട്ട് വരേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിസിറ്റിംഗ് വിസയിൽ വന്ന നമുക്ക്, ഈ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ നല്ല കാര്യങ്ങളും സമൂഹത്തിൽ ചെയ്തുകൊണ്ടും എല്ലാ വിധത്തിലുള്ള സന്തോഷ സുഖ ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടും നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യണം, പിരിഞ്ഞു പോകാൻ വരുന്ന ഒരു സമയം വരുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, ഒരു മരം പൂക്കുന്ന സമയത്തും അത് ഇലകളും കായ്കളും ആകുന്ന സമയത്തും ഒട്ടനവധി പക്ഷികളും മനുഷ്യരും അതിന്റെ തണലിൽ വരാറുണ്ട്. മനുഷ്യരാണെങ്കിൽ അതിന്റെ മരത്തിന്റെ അടിയിൽ ഇരുന്നു കൊണ്ട് അതിന്റെ തണലും, പക്ഷികളാണ് അതിന്റെ മുകളിൽ കൂട് കൂട്ടിയും കായ്കനികൾ ഭക്ഷിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു നാൾ അല്ലെങ്കിൽ നാളുകളിൽ ആ മരത്തിന്റെ ഇലകൾ കൊഴിയുകയും കൊമ്പുകൾ ഒടിഞ്ഞു വീഴുകയും അത് നശിക്കുകയും ചെയ്യുന്ന സമയത്ത് അത് ആർക്കും വേണ്ടാത്ത ഒരു മരം മാത്രമായി മാറുന്നുള്ള, ഒന്നുകിൽ അത് ചിതളരിച്ചു പോകും, അല്ല അത് കത്തിക്കും. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ കാര്യവും. നന്നായി പണമുള്ള സമയത്തും നല്ല സന്തോഷമുള്ള സമയത്തും മനുഷ്യനെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ഒട്ടനവധി ആളുകൾ ഉണ്ടാവും. എന്നാൽ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിലും അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒന്നും ആവാത്ത അവസ്ഥയിലും നമ്മളെ കൈപിടിക്കാൻ ഒരു വ്യക്തികൾ പോലും ഉണ്ടാവില്ല. ഇന്ന് സമൂഹത്തിൽ പല ആളുകളുടെയും ആത്മഹത്യയുടെ പ്രധാന കാരണം അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും മറ്റുള്ള സങ്കടങ്ങളും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പല ആത്മഹത്യകളും ഇന്ന് നടന്നിട്ടുള്ളത്. ഒരു സംശയവും നിങ്ങൾക്ക് അക്കാര്യത്തിൽ വേണ്ട. ഇനി ഇത് ചെയ്താൽ, ഒരു കാര്യം ചെയ്താൽ 6 ഗുണങ്ങൾ കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്താൽ ഒരു ഗുണം കിട്ടുന്ന മാത്രത്തിന്റെ പിറകെ പോകാതെ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് 6 വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയും കൂടി നമ്മൾ നന്നായി ഫോക്കസ് ചെയ്യണം. മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിൽ നമുക്ക് ഡെയിലി വരുമാനങ്ങൾ ഉണ്ടാക്കാം. റീറ്റെയിൽ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദിവസം നമുക്ക് ചെക്ക് എഴുതി ഒപ്പിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റൂ. ജോലിയാണെങ്കിൽ നമുക്ക് നിശ്ചിത വരുമാനം മാത്രമേ കിട്ടൂ. റീറ്റെയിൽ നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുന്നതാണ്. 1000 പേസ്റ്റൊക്കെ വിറ്റ ആളുകളുണ്ട്. അതിന്റെ 4-1 അല്ലെങ്കിൽ 10-1 അല്ലെ 100-1 വിറ്റാൽ പോലും നമുക്ക് സുന്ദരമായിട്ട് ജീവിക്കാനുള്ള വരുമാനം റീറ്റെയിൽ ചെയ്യുന്നതാണ് കിട്ടും. അതിനെ മനസ്സിനെ നമുക്ക് മാറ്റാൻ കഴിയണം. ആദ്യം നമുക്കൊരു തീരുമാനം വേണം. ഇതെന്റെ ജീവിതമാണ്, എൻ്റെ ലൈഫാണ്, മറ്റുള്ളവർക്ക് വേണ്ടി അടിയറ വെക്കാനുള്ള എന്നുള്ള ഒരു ലൈഫിലേക്ക് നമ്മളെ മനസ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ മനസ്സിനെയാണ് മാറ്റേണ്ടത്, നാട്ടിലുള്ള ആളുകളുടെ മനസ്സിനെ നമ്മൾ മാറ്റണ്ട. നമ്മുടെ മനസ്സിനെ നമുക്ക് മാറ്റി ആത്മാർത്ഥതയോടെ നമ്മൾ ഇറങ്ങിയാൽ ഒരു സംശയവും വേണ്ട. നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു സംഭവമല്ല. കാരണം 3 തലമുറയാണ്. നമ്മൾ രാവിലെ ഇറങ്ങിപ്പോയി വർക്കെടുക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ 3 കുടുംബത്തിന് വേണ്ടിയാണ്. നമ്മൾ പല കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുന്നുണ്ട്. ഞാൻ പറയുന്ന ഒറ്റയടിക്ക് നമുക്ക് എല്ലാവർക്കും മാറാൻ പറ്റില്ല. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒറ്റയടിക്ക് നമ്മൾ ജീവിച്ച സാഹചര്യത്തിൽ നിന്ന് മാറാൻ പറ്റൂല. കാരണം നമ്മൾ കൈകൊണ്ടാണ് പല്ല് തേക്കുന്നതെങ്കിൽ, ഉമിക്കിനെടുത്താണ് തേക്കുന്നത്, പെട്ടെന്ന് ബ്രഷിലേക്ക് മാറാൻ പറഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കണമെന്നില്ല. ഇനി ബ്രഷ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ കൈകൊണ്ട് പല്ല് തേക്കണമെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് മാറണമെന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന മേഖല എന്താണോ അതിനെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. പക്ഷെ മെല്ലെ 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 മാറിയെടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഇവിടെ നമുക്ക് കൊയ്തെടുക്കാൻ ഒരുപാടുണ്ട്. കൊയ്തെടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ വിത്ത് നടണം. വിത്ത് നട്ടാൽ മാത്രമേ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റൂ. അപ്പൊ വിത്ത് നടാനുള്ള മനോഭാവം നമ്മൾ ആദ്യം കാണിക്കണം. ഒരു കൃഷിക്കാരന്റെ മനോഭാവമാണ് ഈ ബിസിനസ്സിൽ ആദ്യം വേണ്ടത്. കൃഷിക്കാരൻ എന്ത് കൃഷി ചെയ്യുന്നതാണെങ്കിലും ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നാളുകളിലാണ് കിട്ടുക എന്നുള്ള കൃത്യമായ ബോധ്യം അവർക്കുണ്ട്. ആ ബോധ്യം നമുക്ക് ഈ ബിസിനസ്സിൽ വേണം. അപ്പൊ ഇത് നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബം കംപ്ലീറ്റ് രക്ഷപ്പെടുന്ന ഒരു മേഖലയാണ്. കാരണം നമ്മുടെ അച്ഛനമ്മമാർ പറയുന്നത് എന്താ, മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. എന്നാൽ അവരെ മരണശേഷം എന്ത് ചെയ്യും, ആ കഷ്ടപ്പാട് നമ്മൾ ഏറ്റെടുക്കും. നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഇതിങ്ങനെ തലമുറകൾ പറയാന്നല്ലാതെ നമുക്ക് ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? ഇനി ഇവിടെ ഇരിക്കുന്ന ആളുകൾ, നിലവിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, നിങ്ങൾക്ക് ആർക്കെങ്കിലും 100% ഉറപ്പുണ്ടോ ഈ മൈ ലൈഫ് അല്ലാതെ നിങ്ങളുടെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന്? നിങ്ങൾ പറ, അവരുടെ ലൈഫിൽ അവരുടെ ഇഷ്ടത്തിന് ഒരുമിച്ച് വാങ്ങാൻ പറ്റിയ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഈ മൈ ലൈഫ് നമ്മൾ ആരും ചെയ്യണ്ട. അതല്ലെങ്കിൽ ഏറ്റെടുക്കണം. ഏറ്റെടുത്തേ പറ്റൂ. കാരണം ഇത്രയും നാൾ അവഗണന നമുക്ക് പല സ്ഥലത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ മൈ ലൈഫ് എനിക്ക് കിട്ടിയ അവഗണനകളോ ചെറുതല്ല, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അത് കുടുംബത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, നാട്ടുകാരുടെ നിന്നും കിട്ടിയിട്ടുണ്ട്.
പക്ഷെ അന്നൊക്കെ കൈപിടിച്ചിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ മൈ ലൈഫിലെ ലീഡേഴ്സാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഒരു ദിവസം വരുമെന്ന് അത് തന്നെയാണ് ഇത് ഏറ്റെടുക്കുന്നത്. പോരായ്മകൾ ഒരുപാടുണ്ട് നമുക്ക്. കാരണം നമ്മൾ ജനിച്ചു വന്നത് ഒരു എന്താ പറയാ, നമ്മൾ ആദ്യം ജനിച്ചു വീഴുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ കണ്ടിട്ടോ അല്ല, നമ്മൾ ജനിച്ച് അറിവ് വെച്ച നാൾ മുതലാണ് നമ്മൾ പല ആളുകളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അപ്പൊ ഇഷ്ടപ്പെട്ട് അവരോട് കൂട്ടുകൂടുന്ന സമയത്ത് അവരുടെ കുറെ നെഗറ്റീവുകളാണ് നമ്മുടെ ഉള്ളിലേക്കാണ്, പോസിറ്റീവ് ഒന്നും നമ്മുടെ ഉള്ളിലേക്ക് ആരുമില്ല. എന്തുകൊണ്ടാണ് പുറത്തുള്ള ആളുകൾ ഇതിനെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായി കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഇഷ്ടത്തിനാണ് ഈ ബിസിനസ് അവർ പറയുന്നത്. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നടക്കുന്നതാണ് ഒളിച്ചോട്ട കാര്യങ്ങൾ, കല്യാണം കഴിഞ്ഞ ആളുകളൊക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഇതേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒളിച്ചോടിയ സ്ഥലത്ത്, ഇപ്പൊ എൻ്റെ നാട് കുറ്റിയാടി മൊകേരി അല്ലെങ്കിൽ കക്കട്ടുപീടിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ നെട്ടൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ നെട്ടൂരിൽ നിന്ന് ഒരു കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തി ഒളിച്ചോടിയതാണെങ്കിൽ നിങ്ങളുടെ നാട്ടിലെത്തുമ്പോൾക്ക് അല്ലെ നിങ്ങളുടെ നാട്ടിലെത്തുന്ന സമയത്ത് ഇതിനെ എങ്ങനെയായിരിക്കും പറയുക? അതിന്റെ യാഥാർത്ഥ്യങ്ങളാണോ നിങ്ങളുടെ ചെവിയിലെത്തുക? ഒരിക്കലും അല്ല. ഇവിടുന്ന് 1/2 കിലോമീറ്റർ കഴിയുന്ന സമയത്ത് ആ അറിഞ്ഞ വ്യക്തി അദ്ദേഹത്തിന് വേണ്ടതും കൂടി അതിന്റെ കൂടെ ഏഡ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക ആളുകളോട് പറയുക. അതിന്റെ സത്യം ഒരിക്കലും എന്ത് ചെയ്യല നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. ആ സത്യം തിരിച്ചറിഞ്ഞ ആകെ 2 വ്യക്തികളെ ഉണ്ടാവും, പോയ ആളുകൾ മാത്രം. ഇന്ന് പല ആളുകളും സമൂഹത്തിൽ അവഹേളിക്കപ്പെടുന്നുണ്ട്, പല പ്രശ്നങ്ങളിലും. നമുക്ക് നോക്കിയാൽ അറിയാം, ഒട്ടനവധി നിരപരാധികൾ ഉണ്ടാവും. ആ നിരപരാധികൾ എന്ത് ചെയ്യും? ഈ സമ്മർദ്ദം താങ്ങാനാവാതെ അവർ ആത്മഹത്യ ചെയ്യും. പല ചാനലുകളിൽ നിന്ന് നിങ്ങൾ നോക്കി നോക്ക്, സത്യസന്ധമായിട്ട് അല്ല വാർത്ത കൊടുക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുന്ന സമയത്ത് അവരെ ചൂഷണം ചെയ്യുക ചെയ്യുന്നത്. എന്ത് സാധനം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്തോ ആയാലും എന്ത് സംഭവങ്ങൾ, ഇപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ എന്തെങ്കിലും ഉടായ്പ് വന്നു കഴിഞ്ഞാൽ ആ കമ്പനിയെ മാത്രമല്ല പറയുന്നത്, മൊത്തത്തിലാണ് അവർ അവഹേളിക്കുക. മൊത്തത്തിൽ എല്ലാം ഒന്നാന്ന് വരും. പക്ഷെ ഒരിക്കലും അതല്ല അതിന്റെ യാഥാർത്ഥ്യങ്ങൾ അവരാരും എന്ത് ചെയ്യില്ല, തിരിച്ചറിയില്ല. അതേപോലെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സും. മൈ ലൈഫ് എന്ന കമ്പനി ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നമ്മളൊന്ന് ആലോചിച്ചു, ഇത്രയും നല്ല പ്രോഡക്റ്റ്, ഈ കമ്പനിയുടെ പ്രത്യേകത ഞാൻ പറയുന്നത്, ഇത്രയും നല്ല പ്രോഡക്റ്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ഇതുപോലെ നമ്മൾ പരസ്യം ചെയ്തിട്ടുണ്ടാവില്ല നമ്മളെ ജീവിതത്തിൽ. ചിലപ്പോൾ ഒരു ഡോക്ടറെ കൊണ്ട് നമ്മൾ പരസ്യം ചെയ്തിട്ടുണ്ടാവും, ഒരു ഹോട്ടൽ കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, ഒരു സിനിമ കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ്, എല്ലാ പ്രോഡക്റ്റിനെ കൊണ്ടും നമ്മൾ സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും മൈ ലൈഫിലെ പ്രോഡക്റ്റ് ആയിരിക്കും. അതല്ല എന്റെ സത്യം. നിങ്ങൾ പറ, ഞാൻ പറയുന്നത് ശരിയാണ്, നിങ്ങൾക്ക് ലൈക്ക് അടിക്കാം. നമ്മൾ മൈ ലൈഫിൽ നമ്മൾ കൊടുത്ത് നമുക്ക് കിട്ടിയ പ്രോഡക്റ്റിന്റെ റിസൾട്ട് അല്ല നമ്മൾ 100% സത്യസന്ധമായിട്ടല്ലേ പറയുന്നത്? അല്ലേ? നിങ്ങൾ ആരും ലൈക്ക് അടിക്കാത്തെന്ന് ചോദിക്കും. നിങ്ങൾ അല്ലേ? ആണെങ്കിൽ നിങ്ങളെല്ലാം ലൈക്ക് അടിക്കും. കാരണം ഈ ബിസിനസ് അത്രയും മനോഹരമായിട്ടുള്ള ബിസിനസ്സാണ്. കാരണം സത്യസന്ധമായിട്ട് 100% സന്തോഷത്തോടെ കൊടുക്കാനും ആ കൊടുത്ത മൂല്യത്തോടെ പൈസ വാങ്ങാനും പറ്റുന്നുണ്ടെങ്കിൽ ഇത് മൈ ലൈഫിലെ പ്രോഡക്റ്റേ ഉള്ളൂ. നിങ്ങൾ എവിടെ വേണമെങ്കിൽ നോക്കിക്കോ. ഇനി ആ പ്രോഡക്റ്റ് വിൽക്കാനുള്ള ലൈസൻസ് അല്ലേ നമുക്ക് തരുന്നത്? ഒന്നത്. 2 നിങ്ങൾ നോക്കിക്കോ, ഇതില് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ റീറ്റെയിൽ ചെയ്തിട്ട് നമുക്ക് കൃത്യമായിട്ട് പൈസ നമ്മുടെ കയ്യിൽ സ്പോട്ട് കിട്ടും. എന്നാൽ തുടക്കത്തിൽ നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്ത സമയത്ത് പല ആളുകൾ പൈസ കൂടുതലാന്ന് പറയുന്നുണ്ട് അല്ലേ തുടക്കത്തിൽ. പക്ഷെ രണ്ടാമത് അവർ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നിങ്ങളോട് എപ്പോഴെങ്കിലും എനിക്ക് ഈ പൈസക്ക് വേണ്ട കുറച്ച് മതി എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പറയില്ല സാർ. എന്തുകൊണ്ടാ? അത്രയും നല്ല ഉൽപ്പന്നങ്ങളാ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൈസ കൂടുതൽ എന്നറിയാമോ, ഇതിന് ഏറ്റവും ഗുണമേന്മയിലാണ് ഇത് ഉണ്ടാക്കിയെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. അത്രയും നല്ല ഗുണമേന്മയില അല്ലെങ്കിൽ ഇതിനൊരിക്കലും റിസൾട്ട് കിട്ടൂല. നമ്മൾ ഒരു ഗുണമില്ലാത്ത കോൾഗേറ്റ് ക്ലോസപ്പ് എല്ലാം വാങ്ങി തേച്ച് പല്ല് പൊട്ടിപ്പോയി പല്ല് പൊളിപ്പ് വന്ന് നേരെ ഡോക്ടറെ അടുത്തേക്ക് അപ്പായെന്ന് 10-250 ഉറുപ്പ്യ ഫീസ് കൊടുത്തിട്ട് നല്ല എന്താ പറയാ വലിയ തൂണ് പോലെയുള്ള ഗുളിക ഉണങ്ങിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പല്ല് വേന കുറക്കുന്നത്. നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നല്ലേ സത്യത്തിൽ. എന്ന് നമ്മളെ ഉൽപ്പന്നം നിങ്ങൾ ആലോചിച്ച് നോക്ക്. 143 ഉറുപ്പ്യ കിട്ടുന്ന പേസ്റ്റ് ഇന്റർനാഷണൽ ക്വാളിറ്റിയാ. തിന്ന് പോയാൽ പോലും യാതൊരുവിധ പ്രശ്നവുമില്ല. എന്നാൽ മറ്റുള്ള പേസ്റ്റുകളോ ആമാശയ ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നത്. നമ്മളെ മാത്രമല്ല ഒരു സമൂഹത്തെ മൊത്തം വേറെ പേസ്റ്റിന്റെ മാത്രം ബ്രാൻഡ് നമ്മൾ മാറ്റിച്ചാൽ മതി. എന്നാൽ തന്നെ നമുക്ക് ഇതിൽ നമുക്ക് വേണ്ടതും അത് നമുക്ക് ജീവിക്കേണ്ട കൂടുതൽ വരുമാനം നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് ഒരു തലമുറയിനും ഒരു സമൂഹത്തിനെയും വലിയൊരു നന്മയിലേക്കും നമുക്ക് ഈ ബിസിനസ് കൊണ്ടുപോകാം. ഇനി റീറ്റെയിൽ കഴിഞ്ഞാലോ
നമ്മൾ മുതൽ പൈസക്ക് തന്നെ, അതായത് നമുക്ക് കിട്ടുന്ന DP റേറ്റിന് കൊടുത്താൽ പോലും കമ്പനി നമുക്ക് 6 രൂപയുടെ മേലെ തരിക. നിങ്ങൾ കഷ്ടപ്പെടുന്നല്ലേ, നിങ്ങൾക്ക് അതിനുള്ള വരുമാനം. ഇവിടെ ഇടനിലക്കാരും പരസ്യക്കാർക്കുള്ള ഇത് ചെയ്യാൻ നമുക്ക് എന്തിനാ മടി? അല്ല, ഇത് പറയാൻ നമുക്ക് എന്തിനാ മടി? ഇനി പറഞ്ഞ് അവര് വന്നില്ല എന്ന് വിചാരിച്ചോ, നമുക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? എന്നാൽ ഇനി നമ്മൾ പറയാൻ തീരുമാനിച്ച് ഒരു 10 ആളെ കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ നേട്ടങ്ങളല്ലാതെ ഒരു നഷ്ടങ്ങൾ ഇതിലുണ്ടോ? നമ്മൾ പല ആളുകൾ പറയാം, എനിക്ക് അവിടെ പോകാനുണ്ട്, ഇവിടെ പോകാനുണ്ട്. ഞാൻ 100% പെർഫെക്റ്റ് അല്ല. ഞാനിപ്പോ കൃത്യമായിട്ട് മെല്ലെ സിസ്റ്റത്തിലേക്ക് കണക്റ്റഡ് ആകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തില്ല. പെട്ടെന്ന് മാറൂല, എനിക്കറിയാം മാറൂല. കാരണം ഞാൻ ജീവിച്ച സാഹചര്യം എന്താ? ആളുകളെ കുറ്റം പറയുക, കണ്ണ് കണ്ടത് ആളുകളോട് എന്ത് ചെയ്യുക, നമുക്ക് തോന്നുന്ന രീതിയിൽ സംസാരിക്കുക. ആ രീതിയിൽ വളർന്നിട്ടുള്ള വ്യക്തിയാണ് ഞാൻ സമൂഹത്തിൽ. കാരണം നമ്മൾ ചെയ്ത മേഖലകൾ അതൊക്കെയാണ്. അങ്ങനെയുള്ള ആളുകളോടാണ് നമ്മൾ ഇടപഴകിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഇടപഴകുന്ന ആളുകളോ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്. പ്രീമിയം ക്ലാസ് വാഹനം, അതല്ലെങ്കിൽ നല്ല ആളുകളോട്, അതായത് സാറേ ആ രീതിയിൽ സംസാരിക്കുന്നത്, അതായത് ബഹുമാനം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആളുകളോട് സംസാരിച്ചു പോകുന്നത്. അങ്ങനെയുള്ള ആളുകളിലൂടെയാണ് നമ്മളിപ്പോൾ കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് എന്താ ഗുണം കിട്ടിയേ? മറ്റുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാം, ശത്രുവായിട്ട് കാണാൻ പറ്റില്ല ഒരിക്കലും. ഈ ബിസിനസ് സന്തോഷകരമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പോലും ഒരു വ്യക്തിനെ ശത്രുവായിട്ട് കാണാൻ പറ്റൂല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മനസ്സിന്ന് ഓട്ടോമാറ്റിക്കലി പോകും. അതാണ് ഈ ബിസിനസ്സിന്റെ പ്രത്യേകത. ഏറ്റവും കൂടുതലുള്ള ദയാശീലനായിട്ട് നമ്മൾ മാറും. ഏറ്റവും കൂടുതൽ സഹിക്കാനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനും നമുക്ക് ഈ ബിസിനസ്സിൽ വന്ന് കൃത്യമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അവിടുന്ന് മാറാൻ പറ്റും. അതിനുള്ള ട്രെയിനിങ് വരെ ലീഡേഴ്സ് നമുക്ക് തരുന്നുണ്ട്. ഒരു സമൂഹത്തിൽ സ്ത്രീയോട് എങ്ങനെ പെരുമാറണം, ഒരു അച്ഛനോട് എങ്ങനെ പെരുമാറണം, ഒരു അമ്മയോട് എങ്ങനെ പെരുമാറണം, ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. എന്നാൽ ഇന്ന് സമൂഹത്തിൽ നിന്ന് കിട്ടുന്നതോ കഞ്ചാവ്, മയക്കുമരുന്ന്, ലഹരിക്കടിമയായ അച്ഛനമ്മമാരെ അടിച്ചു കൊല്ലുന്ന സിസ്റ്റങ്ങളാണ് നമ്മൾ ഇത് കേൾക്കുന്നത്. ഇന്ന് രാവിലെ സുരേന്ദ്ര സാറ് മോർണിംഗ് മീറ്റ് പറഞ്ഞിട്ടുണ്ട്, ഒരു മകൻ അച്ഛനെ വെട്ടിക്കൊന്നിട്ടുണ്ട്. സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഒരു മകൻ അച്ഛനെ വെട്ടിക്കൊന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യം, ആ മകനെ ആ അച്ഛൻ എത്രത്തോളം കഷ്ടപ്പെട്ട് ആ മകൻ ഇത്രയൊരു പകയുള്ളവനാക്കുന്നവരെ ആ അച്ഛന്റെ വേർപ്പിന് അവിടെ പങ്കുണ്ട്. അച്ഛൻ്റെ അമ്മേന്റെ വേർപ്പിന്റെ പങ്കിൽ അത് ഒരു മകൻ പോലും ഭൂമിയിൽ രക്ഷപ്പെടില്ല, ഒരു മകൻ പോലും ജനിക്കില്ല. അങ്ങനെയുള്ള അച്ഛനും അമ്മേനെയും മക്കൾ കൊല്ലുന്ന രീതിയിലേക്ക് സമൂഹം മാറിയിട്ടുണ്ടെങ്കിൽ ഈ സമൂഹത്തിന്റെ പോക്ക് ഇങ്ങോട്ടാ. അവിടെ നിന്ന് നമുക്കൊരു 10 മക്കളെ അല്ലെങ്കിൽ 10 കുടുംബത്തിനെ ഈ ബിസിനസ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അവരെ നല്ല സമൂഹത്തിൽ നല്ലൊരു വ്യക്തിത്വവും നാളുകളിൽ ഒരുപാട് സമൂഹത്തിനെ സഹായിക്കുന്ന വ്യക്തിയായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ നമ്മളെ കൈ കിട്ടിയത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മൾ ഇന്ന് രാവിലെ എടുക്കുന്ന പത്രങ്ങൾ കംപ്ലീറ്റ് ഇങ്ങനെയുള്ള വാർത്തകളാണ്. ഒരു സമൂഹത്തിന് ഒരു കുടുംബത്തിൽ 5 പേരെയാണ് ഒരു വ്യക്തി വെട്ടിക്കൊന്നത്. ഒന്നാലോചിച്ച്. എന്നിട്ടും ആ വെട്ടിക്കൊന്ന വ്യക്തിന്റെ ഉമ്മ ഇപ്പോഴും പറയുന്നത് എൻ്റെ മകൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. എന്തുകൊണ്ടാണ്? ഒന്നാലോചിച്ചു. അത് ആ ഉമ്മ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ മകനെ വളർത്തിയിട്ടുള്ളത്. അതിന്റെ 1/3 പോലും ആ മകൻ തിരിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഒരു കുടുംബത്തിനെ തീർത്ത് നശിപ്പിച്ചെന്നുള്ള. അതില് സമൂഹത്തിന് മാത്രമല്ല പങ്ക്, നമ്മുടെ വീട്ടിലുള്ള അച്ഛനമ്മമാർക്കും ചെറിയ രീതിയിൽ പങ്കുണ്ട്. കാരണം മക്കളെ കൃത്യമായ ഒരു ട്രാക്കിലൂടെ വളർത്തിയില്ലെങ്കിൽ തീർച്ചയായും അവർ സമൂഹത്തിൽ നശിക്കുന്ന രീതിയിലേക്ക് പോകും. ആ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ പോകും. ആ രീതിയിലാണ് സമൂഹം ഇന്ന് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നിട്ടിറങ്ങി ഒരു 18 വയസ്സ് പൂർത്തിയാകുന്ന ആളുകളെ, ഒട്ടനവധി ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. കാരണം ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ പറയാ ആപത്തായിട്ട് വരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെയുള്ള വെട്ടിക്കൊല്ലുന്ന കൊലപാതകങ്ങളാണ്. എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയിലൊന്നും വളരെ അപൂർവമായിട്ട് നമ്മൾ ഇതൊക്കെ കേൾക്കല് ഇന്ന് നിത്യ സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു സമൂഹത്തിനെ വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നമ്മൾ ആരും കൈവിടരുത്. കാരണം ഈ ബിസിനസ് മനസ്സിലാക്കിയിട്ടുള്ള നമ്മളാണ്. പുറത്തുള്ള ആളുകൾക്ക് യാതൊരുവിധ ഈ ബിസിനസ്സായിട്ട് ഒന്നും അറിയില്ല എന്നുള്ള. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് ഒറ്റയടിക്ക് മാറണ്ട. ഓരോ കാര്യങ്ങൾ നിങ്ങൾ മെല്ലെ നമ്മൾ ഓരോ ആളുകളും മാറി വരണം. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഈ ഓരോരോ മതത്തിനും ഓരോ ആചാരങ്ങളുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു മത ആചാരപ്രകാരം പറയുന്ന പോലെ
ലക്ഷം ദീപം തെളിയിക്കുന്ന പോലെയുള്ള ഒരു അവസരമാണ് ഈ ബിസിനസ്. ഞാൻ പല മീറ്റിങ്ങുകളും പറയുന്നുണ്ട്. കാരണം ഒരു തിരിയിൽ നിന്നാണ് നമ്മൾ ഈ ബിസിനസ് തുടങ്ങുന്നത്, ഒരു വെളിച്ചത്തിൽ നിന്ന്. ആ വെളിച്ചത്തിൽ നിന്ന് ലക്ഷം ദീപം തെളിയിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് തിരി തെളിയിക്കുന്ന സമയത്ത് ആ ലക്ഷം ദീപം തെളിയുന്ന ആ രീതിയിലേക്ക് വരും. ആ ലക്ഷം ദീപം തെളിയുന്ന സമയത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആളുകളുടെ ജീവിതത്തില് ഓരോ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടും ഓരോ പ്രാർത്ഥനയ്ക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ആചാരങ്ങളിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതേപോലെ ലക്ഷം ദീപം തെളിയിക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് അത് നിറവേറ്റിയ ആ ഒരു സന്തോഷമാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. അതേപോലെ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഒരു ലക്ഷം ദീപം തെളിയിക്കുന്ന സമയത്ത് ആ വെളിച്ചം മൊത്തം പ്രകാശിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചെയ്ത സന്തോഷത്തിന്റെ കൂടെ തന്നെ ഈ ബിസിനസ്സിൽ നമ്മൾ വരുന്ന സമയത്ത് ഒറ്റക്കാണ്, പിന്നീട് ആയിരക്കണക്കിന് ആളുകളുടെ ഈ ബിസിനസ് ഏറ്റെടുക്കുന്ന സമയത്ത് ആ വെളിച്ചം പ്രകാശിക്കുന്നത് പോലെ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്ന സമയത്ത് നമ്മളും വലിയൊരു പ്രകാശമായിട്ട് മാറും. അപ്പൊ അത്രയും നല്ല ഒരു അവസരമാണ് ദൈവം നമുക്ക് കൊണ്ടുതന്നിട്ടുള്ളത്. അതിനെ സീരിയസ് ആയിട്ട് കാണാം. ഇനി നിലവിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളോടും എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ നിലവിൽ ചെയ്യുന്ന മേഖലയിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തിനെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യണ്ട. അതല്ലെങ്കിൽ ഒരു 3 വർഷം ഒന്ന് ഇറങ്ങി കഷ്ടപ്പെടാൻ തയ്യാറായാൽ നമുക്ക് നമ്മുടെ കുടുംബത്തിനെ വലിയൊരു കരക്കെത്തിച്ചൂടെ? കാരണം മനുഷ്യൻ ജനിച്ച അന്ന് മുതൽ മരണം വരെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. ആ ഉൽപ്പന്നങ്ങളുടെ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യങ്ങളേലും ബ്രാൻഡ് മാത്രം മാറ്റിയാൽ മതി. ആ ബ്രാൻഡ് മാറ്റിയാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ കോടികളുടെ ടേൺ ഓവർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അധ്വാനിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അധ്വാനിക്കാനുള്ള ഈ ബിസിനസ്സിൽ അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നാളുകളിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഭാരമാകാനോ അതല്ലെങ്കിൽ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ ഒന്നും മാറാതെ സമൂഹത്തിൽ നമ്മൾ നന്മകൾ ചെയ്ത് നമ്മൾ മരണപ്പെട്ടാൽ പോലും നമ്മൾ ആരാധിക്കുന്നു, നമ്മളെ സ്നേഹിക്കുന്നു ഒട്ടനവധി ആളുകളും കുടുംബങ്ങളും ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ റിസൾട്ടേ നമ്മൾ പ്രതീക്ഷിക്കാവൂ. ഇനി ഇതിൽ ചെയ്യാതിരിക്കുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ സ്ഥിതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റുമോ? നമ്മളൊന്ന് കാല് ഒന്ന് മുറിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് വയ്യാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് പല ആളുകളുടെയും കുടുംബത്തിൽ അത്താണി എന്ന് പറയുന്ന ആ വീട്ടിലുള്ള പുരുഷനാണ്. നമ്മൾ പലതും കാണുന്നുണ്ട്, പല ആളുകളെയും കാണുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പല കുടുംബത്തിലുള്ള ആളുകൾ നഷ്ടപ്പെടുന്ന സമയത്ത് കൊച്ചുകുട്ടീനെയൊക്കെ ഉക്കത്ത് വെച്ചുകൊണ്ട് പല ആളുകളുടെയും മുന്നിൽ കൈനീട്ടുന്ന അവസ്ഥകൾ എത്രയോ ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. എത്ര ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബം മാറില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റൂല. ഒരിക്കലും അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് ഏറ്റെടുക്കണം. നമുക്ക് വേണ്ടി നമ്മൾ എടുത്തില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ഇത് ഏറ്റെടുക്കണം. ഇവിടെ വലിയ റിസ്ക് ആയിട്ട് നമ്മളൊന്നും ചെയ്യണ്ട. ഒട്ടനവധി ആളുകൾ സമൂഹത്തിലുണ്ട്. ഇഷ്ടം പോലെ ആളുകൾ ഇതുപോലുള്ള അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതായത് ഞാനെന്ന വ്യക്തിക്ക് 5 ലക്ഷമാണ് എനിക്ക്, ഞാനൊരു വീട് പണിയെടുത്ത് എനിക്ക് 5 ലക്ഷമാണ് കടം. ഞാനൊരു ചെറിയ വീടാണ് ഉണ്ടാക്കിയത്. എന്നാൽ എൻ്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു സുഹൃത്തിന് 1 കോടിയുടെ വീട് അല്ലെങ്കിൽ 1 കോടിയുടെ കടമുണ്ടെന്ന് കരുതുക. അദ്ദേഹത്തിന് ഈ ബിസിനസ് എനിക്ക് കൊടുക്കാൻ പറ്റിയാൽ അദ്ദേഹം ആ 1 കോടി കടത്തിന്റെ ആ ഒരു സീരിയസ് ആയിട്ട് അദ്ദേഹം ബിസിനസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ 1 കോടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന സമയത്ത് എൻ്റെ എന്താണോ സ്വപ്നങ്ങൾ, എൻ്റെ എന്താണോ ആഗ്രഹങ്ങൾ, അതൊക്കെ ആ വരുന്ന വ്യക്തിയിലൂടെ മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഈ ഒരു അവസരത്തെ നമ്മൾ എന്തുകൊണ്ട് സീരിയസ് ആയിട്ട് കാണുന്നില്ല? ഇപ്പൊ സമയം അപഹരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 6:50 നമ്മൾക്ക് ഞാനിത് നിർത്തും. എനിക്കിവിടെ ഇരിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്,